ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله خذ بأيدينا قلت سهيلتنا أدركنا أنت وسيلتنا يا سيدنا يا رسول الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكل آيناته رسل الكرام بها فإنما توصلت من نوره بهم. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله فإنه شمس فاضل هم كواكبها يظهرنا أنوارها للناس في الظلام. مولاي صل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق
كلهم وعلم أمة سيدنا محمد أشرف الخلق وفاتൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്ത് മുൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റവും വിഷാദത്താൽ ഉപ്പയെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, മഹല്ല് കാരണവന്മാർ, വന്യരായ നമ്മുടെ ഈ നാടിൻ്റെ ദീനീ സംരംഭങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നാട്ടിലെ കാരണവന്മാർ, മഹല്ല് സാരഥികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഫസൽ മീഡിയ ഓൺലൈൻ ലൈവിലൂടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അൽഹംദുലില്ലാ ബൺപത്തടുക്ക സാദാത്ത് മസ്ജിദ് കമ്മിറ്റിയുടെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് നാരിയത്ത് സ്വലാത്ത് വാർഷിക മതവിജ്ഞാന സദസ്സ്, അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ നാടിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്ന, നമുക്ക് വലിയ ഒരു അഭയമായി ഈ നാടിൽ ഇന്നും ആത്മീയമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയെന്നോണം അള്ളാഹു നേരത്തെ കൊണ്ടുപോയ വന്യരായ സയ്യിദ് ത്വാഹ തങ്ങളുടെ 7ാമത് ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും വിപുലമായ പരിപാടി നമ്മുടെ ഈ സാദാത്ത് നഗറിൽ വരികയാണല്ലോ. അതിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടി പ്രഗത്ഭരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാരൊക്കെ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. നല്ല നസീഹത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഊക്കിനടുക്കയിലെ ഖത്തീബ് ഉസ്താദ് വന്യരായ ബദവി ഉസ്താദ്, നാട്ടുകാരനായ ബദവി ഉസ്താദും നാട്ടിലെ ഖത്തീബ് ഉസ്താദ് വന്യരായ പ്രിയ സുഹൃത്ത് ഗഫൂർ റഹ്മാനി ഉസ്താദൊക്കെ നേരത്തെ ഇവിടെ സവിസ്തരം സംസാരിച്ചു. പ്രഗത്ഭരായ കാരണവന്മാരൊക്കെ വന്യരായ സാദാത്തുക്കളൊക്കെ നമ്മുടെ ഈ വേദിയിലുണ്ട്. ഈ നാടിനെ കുറിച്ചും ഇവിടുത്തെ അഹ്ലു ബൈത്തിനെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മുടെ പ്രിയ കൂട്ടുകാരായ വന്യരായ സയ്യിദ് KBS ഷംസുദ്ദീൻ അൽ അസ്ഹരി തങ്ങൾ ഉസ്താദും പ്രിയ സുഹൃത്ത് അഷ്കർ അലി തങ്ങൾ ഉസ്താദൊക്കെ പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി വേണ്ടുവോളം ഈ നാടിൻ്റെ ദീനീ സംരംഭങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു. ഈ നാട്ടിൽ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുന്ന ഒരുപാട് പണപ്പത്തടുക്കയിലെ കാരണവന്മാരുണ്ട്.
പലരും നമ്മെ വിട്ടുപിരിഞ്ഞെന്ന ഖബറിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ വലിയ നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ തണലിലായി ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖും അവസരവും നൽകുമാറാകട്ടെ. ഇത്തരം സാദാത്തുക്കളെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? ചിലപ്പോൾ കാണുമ്പോൾ ഒരു സാധാരണ വേഷത്തിൽ സാധാരണക്കാരനായി നമ്മളോടൊപ്പം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു തങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ സഹപാഠിയായി തൊട്ടടുത്ത് പഠിച്ച ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിരിക്കാം, അയൽവാസിയായിരിക്കാം, ജാടകളോ അല്ലെങ്കിൽ ഞാൻ വലിയ ഒരു അഹ്ലു ബൈത്തിലെ കണ്ണിയാണ് എന്ന രൂപത്തിലൊരു ഗമയോ ഒന്നും ഇല്ലാതെ, അങ്ങനെ ഉള്ള ആളുകൾക്കൊന്നും അങ്ങനെ ഗമിയുണ്ട് എന്നതല്ല ഞാൻ പറഞ്ഞു വന്നത്. പൊതുവെ അങ്ങനെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാകുമ്പോൾ അതിൻ്റെതായ അവരെ വേഷത്തിലും അവരെ പ്രത്യേകമായ അവരെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന സയ്യിദന്മാരായിരിക്കും. അതേസമയം നമ്മുടെ കൂടെ സർവ്വ വിഷയത്തിലും സഹകരിച്ച് കൂടെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനെ പോലെ നടക്കുന്ന തങ്ങന്മാരായിരിക്കും. പക്ഷെ അവർക്കും അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണെന്ന വലിയ പരിഗണന നമ്മൾ നൽകണം. ഈ നാട്ടുകാര് ചെറിയവരെയും വലിയവരെയും നാട്ടിലുള്ള ബീവിമാരെയൊക്കെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ച് അഹ്ലു ബൈത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മുടെ ബൺപത്തടുക്കയും ഈ പരിസര പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഈ നാട്ടിന് വലിയ ഖൈറും ബറക്കത്തൊക്കെ പ്രദാനം ചെയ്ത് അള്ളാഹു ആ ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ വമമ്മാത അലാ ഉബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരിച്ച മനുഷ്യനെ കുറിച്ച് അവൻ എങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചതല്ല, ചെറിയൊരു അസുഖം വന്നിട്ട് മരിച്ചതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അവൻ മരണപ്പെട്ടതല്ല, സാധാരണ ഉണ്ടാവുന്നൊരു സ്വാഭാവിക മരണമാണെങ്കിലും അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ തങ്ങന്മാരെ പരിഗണിച്ചുകൊണ്ട് അവൻ ജീവിച്ചവനാണ്, അങ്ങനെ തന്നെ അവൻ മരിച്ചവനാണ് എങ്കിൽ അവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാത ഷഹീദാ, അവന് ഷഹീദായി മരണപ്പെട്ടവനാണ്. നമുക്ക് കാണുമ്പോ അവന്റെ ഒരു സാധാരണ സ്വാഭാവിക മരണമാണ്. യുദ്ധരണാങ്കണത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. എന്നാലും ചില ആളുകൾക്ക് ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. വയറിന് അസുഖം വന്നിട്ട് മരണപ്പെട്ടൊരു വ്യക്തി, അസുഖം വന്നു, വയറ് ക്യാൻസർ അടക്കമുള്ള മറ്റേതെങ്കിലും ഒരു രോഗം വന്നിട്ടാണ് അള്ളാഹു അയാളെ കൊണ്ടുപോകുന്നതെങ്കിൽ അള്ളാഹു അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകിയേക്കും എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഓവർ സ്പീഡിൽ പോയതല്ല, ട്രാഫിക് ലംഘിച്ചതല്ല, ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്തതാണ്, കാറിലൂടെയാണ്, ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, എല്ലാ സുരക്ഷിത മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ അപകടത്തിൽ അദ്ദേഹം യാദൃശികമായി മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട വ്യക്തിക്കും അള്ളാഹു അത്തരത്തിലുള്ള ഷഹീദിന്റെ കൂലി നൽകിയേക്കാം. അങ്ങനെ ഷഹീദിന്റെ കൂലി ലഭിക്കുന്ന ചില ആളുകളെ കിതാബുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും ഈ ചെറിയ സമയത്ത് ഞാനിപ്പോ പറയാൻ സമയം പോരാ. ഇൻഷാ അല്ലാഹ് നമുക്ക് പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വയനാട്ടിൽ നടന്ന പ്രഭാഷണത്തിൽ സവിസ്തരം ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാണ് ഷഹീദ്? അതൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയാൽ ഈ പാവപ്പെട്ട വിനീതൻ അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അതേ സമയം മരണപ്പെട്ടതൊരു സാധാരണ രൂപത്തിലുള്ള മരണമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത് സയ്യിദന്മാരെ പരിഗണിച്ചു, തങ്ങന്മാരെ ബഹുമാനിച്ചു, ആദരിച്ചു, അവർക്ക് കൊടുക്കേണ്ട അർഹമായ പരിഗണന നൽകി. അങ്ങനെ മരണപ്പെട്ടവരാണോ എന്നാൽ അവർക്ക് നൽകുന്നത് ഷഹീദിന്റെ കൂലിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അവൻ മരണപ്പെടുന്നത് മാത മുഅ്മിനൻ മുസ്തഖിമിലൻ ലിൽ ഈമാൻ, അവന് കാമിലായ ഈമാനോടുകൂടെയാണ് അവൻ മരണപ്പെട്ടത്. അവനെ കുറിച്ച് ഏത് തരത്തിലും നമുക്ക് സംശയിക്കാൻ നിർവാഹമില്ല. മുഅ്മിനായി മരിച്ചവനാണോ അവന് സ്വർഗം ഉറപ്പാണല്ലോ. അവന് മരണപ്പെട്ടാൽ അവനെ സന്തോഷിപ്പിക്കുന്നത്, നിനക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത നൽകുന്നത് അവന്റെ റൂഹിനെ പിടിക്കുന്ന അസ്റായീലാണ്. അസ്റായീൽ വന്നിട്ട് പറയുന്നു, മോനെ നിനക്ക് സ്വർഗമുണ്ടടാ. തീർന്നില്ല. സുമ്മ മുൻകറു വനകീർ, ഖബറിലേക്ക് കടന്നു വരുന്ന രണ്ട് ഭീകര രൂപത്തിൽ, രാക്ഷസ രൂപത്തിൽ സാദൃശ്യ സമാനമായ, കാണുമ്പോ പേടിപ്പെടുത്തുന്ന കറുത്തിരുണ്ട ശരീരം, കണ്ണിൽ നിന്ന് മൂക്കിന്റെ ചെവിദ്വാരങ്ങളിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വരുന്നു, മുടികളൊക്കെ നിജത്തിൽ ഇഴച്ച് വലിക്കുന്നു, കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുകളുണ്ട്. കാണുമ്പോ തന്നെ പേടിപ്പെടുത്തുന്ന രൂപസാദൃശ്യമുള്ളവരാണ് മുൻകർ നകീറെങ്കിലും അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച് മരണപ്പെട്ട നല്ല മോമിനായ മനുഷ്യനാണോ അവന് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത നൽകുന്നത് ആ മുൻകറും നകീർ അലൈഹിസ്സലാം. തീർന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ, അങ്ങനെ മരണപ്പെട്ട മനുഷ്യന് യുസഫു ഇലൽ ജന്ന കമാ തുസഫുൽ അറൂസ് ഇലാ ബൈതി സൗജിഹാ. ഒരു പുതിയ പിളയെ, ഒരു പുതുമണവാളന് മണവാട്ടിയെ അറയിലേക്ക് ആനയിക്കുന്നത് പോലെ സന്തോഷത്തോടെ ഹർഷഹാരവങ്ങളോട് അയാളെ കൊണ്ടുപോകുന്ന പുതുമണവാളനെ പോലെ, അല്ലെങ്കിൽ പുതുമണവാട്ടിയെ പോലെ സ്വർഗത്തിലേക്ക് ഇത്തരക്കാരെ കൊണ്ടുപോവുകയാ. തീർന്നില്ല. അവൻ മരണപ്പെട്ട് അവന്റെ ഖബറിലേക്ക് ഫുതിഹ ലഹു ഫീ ഖബരിഹി ബാബാനീൽ ജന്ന, സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയാണ്. അവന്റെ മയ്യത്ത് സിയാറത്ത് ചെയ്യാൻ, അവന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്നത് ജഅലഹുല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാൻ. സാധാരണ മനുഷ്യര് മാത്രമല്ല, റഹ്മത്തിന്റെ മലക്കുകളാണ് അവനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നത്. അല്ലാഹു അവരെ പ്രത്യേകം ഏർപ്പാട് ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ മരണപ്പെട്ടവര് മാത അല സുന്നതി വൽ ജമാഅ, സുന്നിയായിട്ടേ അവൻ മരിക്കുകയുള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായിട്ടേ അവൻ മരണപ്പെടുകയുള്ളൂ. അല്ലാഹു നമുക്ക് മരണം വരെ അഹ്ലു ബൈത്തിനെ പരിഗണിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, അവരോടുള്ള കടമകൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. എന്തോ ഒരു മനോഹരമായൊരു മജ്ലിസ്. അൽഹംദുലില്ലാ. സാദാത്തുക്കൾ ഓരോ വർഷവും ഇവിടെ മതവിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ഒരുപാട് മോമിനിങ്ങൾ കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് പുറത്തു നിൽക്കുന്ന പലരും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയ ഇരിപ്പിടം അൽഹംദുലില്ലാ നമ്മുടെ ഈ വലതു ഭാഗത്ത് എല്ലാം സൈറ്റൊക്കെ ഫുള്ളായി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട സീറ്റുകൾ നേരത്തെ KBS തങ്ങൾ ഉസ്താദ്, ശംസുദ്ദീൻ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് വന്നിട്ട് ഈ മജ്ലിസിൽ നിന്ന് ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന വലിയ മഹത്വം. ഒന്ന് സാധാരണ നടത്തുന്ന ഒരു മജ്ലിസിലെ തങ്ങന്മാരെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മജ്ലിസിന് ഒരു പവറുണ്ട്. ശഅബാനിലാണ്, റമളാനിനോടടുത്ത സമയമാണ്, മഹാന്മാരെ അനുസ്മരിക്കുന്ന മജ്ലിസാണ്. മഹാന്മാരെ അനുസ്മരിക്കുന്ന മജ്ലിസ് തന്നെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാണല്ലോ. അല്ലാഹു മഹാന്മാരെ മദദും തർബിയത്തും ഹിമായത്തും കാവലും ഹിഫ്ളും തിരുനോട്ടവും അല്ലാഹു നമ്മുടെ ജീവിതത്തിലുടനീളം നൽകട്ടെ. ഒന്നിരായ സയ്യിദുനാ ത്വാഹ തങ്ങൾ ഉസ്താദ് ചെറിയ പ്രായത്തിലെ അല്ലാഹു കൊണ്ടുപോയ വലിയ
ഒരു മുത്താണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദുമാരെ പലപ്പോഴും സംഗമിക്കുമ്പോ കാണാൻ കഴിയുമ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള റസാഖ് സഖാഫി മദ്രസയ്ക്ക് പഠനകാലത്ത് അവിടെ തോതി പഠിപ്പിച്ച ഉസ്താദാണ്. അദ്ദേഹം എന്നോട് പറയുന്നു, വന്യരായ സയ്യിദ് ത്വാഹ തങ്ങള് എന്തോ ഒരു അതബുള്ള കുട്ടിയാണ്, ചെറിയ പ്രായത്തില് വലിയ അസറുള്ള മോനാണ്. എന്ത് പറഞ്ഞാ തമാശക്ക് പറഞ്ഞാ പോലും അത് സാധിക്കും. അതുപോലെ എല്ലാവരോടും വലിയ സ്നേഹവും വാത്സല്യവും പെരുമാറ്റവും, എല്ലാവരെയും ആകർഷിപ്പിക്കുന്നൊരു ജീവിതം, പഠനത്തിൽ വലിയ മികവ് പുലർത്തുകയാണ്, വലിയ പക്വതയോടുകൂടെ ജീവിക്കുകയാണ്, ആരെയും വെറുപ്പിക്കാതെ ജീവിതമാണ്, എല്ലാവരോടും സ്നേഹം പങ്കുവെച്ച ഒരു വ്യക്തിത്വമാണ്, കുടുംബക്കാരുടെ പ്രിയങ്കരനാണ്, നാട്ടുകാരുടെ ഇഷ്ടക്കാരനാണ്, അയൽവാസികളുടെ എല്ലാമെല്ലാമാണ്. സഹപാഠികൾക്കും അവരെ കുറിച്ച് പറയാൻ 100 നാവുകളാണ്. എന്തോരു സ്നേഹമുള്ള ജീവിതമാണ്. ആരോടും പകയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ചൊടിയില്ല. എല്ലാവരെയും സ്നേഹം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചൊരു ജീവിതം. പക്ഷേ അള്ളാന്റെ തീരുമാനം, അള്ളാഹു ചെറിയ പ്രായത്തിലേ അവരെ തിരിച്ചു വിളിക്കുന്നു. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിലായി അവരെ യുവത്വം ചെലവഴിച്ചു. ശൈശവകാലം, ബാല്യകാലം, കൗമാരപ്രായം, യുവത്വകാലം പഠിച്ച് അതാ ദീനിനായ ഇൽമിലായി മുഴുകുന്നു. ആ ചെറിയ പ്രായത്തിലും വേണ്ടാത്തരങ്ങൾ അവിടുന്ന് ചെയ്തില്ല, തോന്നിവാസങ്ങളെ ഭാഗം ശ്രദ്ധിച്ചില്ല. ഇൽമിലായി ജീവിച്ചവരാണ്. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണല്ലോ കടന്നു പോകുന്നത്. മുതഅല്ലിം പഠനകാലത്ത് തന്നെ എല്ലാവരുടെയും വലിയ എല്ലാമായി അദബുള്ള മകനായി അഹ്ലു ബൈത്തിൽ പിറന്ന വലിയ കാരണവരായി, ആ കുടുംബത്തിലെ കാരണവരുടെ എല്ലാമായി സയ്യിദ് അവർകൾ മുന്നോട്ട് ഗമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം വന്നു. ഇന്ന് മരണപ്പെട്ടിട്ട് 7 വർഷം കഴിഞ്ഞു. ചെറിയ പ്രായത്തിലെ അള്ളാഹു കൊണ്ടുപോയ പൊന്നുമോനാണ്. അവരൊക്കെ തവസ്സുലാക്കി അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ നമുക്ക് ഉടനടി അത്ഭുത ഫലങ്ങളല്ലേ അള്ളാഹു തരുന്നത്. പലപ്പോഴും ഈ ഭാഗത്തേക്ക് വരുമ്പോ സിയാറത്തിന് വേണ്ടിയൊക്കെ വരും. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെ പ്രത്യേകമായ മദദും അവരുടെ പ്രത്യേകമായ കാവലും തസ്കിയത്തും നമ്മുടെ ജീവിതത്തിലൂടെ നീളം അല്ലാഹു നൽകട്ടെ. അവരുടെ ഉപ്പാപ്പമാര്, കുടുംബത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ചെന്നെത്തുന്ന അവരുടെ തലമുറയിലുള്ള എല്ലാവരെയും ബറകത്തുണ്ട്. അതുപോലെ നമ്മുടെ പരിസരങ്ങളിൽ വന്യരായ 800 തങ്ങൾ, ഉക്കനെടുക്ക തങ്ങൾ, അവരൊക്കെ വന്യരായ പിതാവ്, അങ്ങനെ പരിസരങ്ങളിൽ വഫാത്തായി കിടക്കുന്ന അഹ്ലു ബൈത്തുകളിൽപ്പെട്ട ഒരുപാട് കാരണവന്മാരൊക്കെ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, അവരൊക്കെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, സയ്യിദന്മാർക്ക് അല്ലാഹു കൊടുത്തൊരു പരിഗണനയാണ്. അവിടെ ഗ്രൂപ്പ് നോക്കേണ്ടതില്ല, പാർട്ടി അറിയേണ്ടതില്ല, അവരെ കൊടിയുടെ നിറം ഏതാണെന്ന് അറിയേണ്ടതില്ല, അവരെടുത്ത മെമ്പർഷിപ്പ് ഏതാണെന്ന മാനദണ്ഡമില്ല, അവർ ഏത് സംഘടനയിൽ, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കൊരു പവർ അല്ലാഹു കൊടുത്തതാണ്. അവരെ എങ്ങാനും വേദനിപ്പിച്ചാൽ അവരെ മനസ്സ് നോവുന്ന വല്ല ഇടപെടലുകളും പ്രവർത്തനങ്ങളും വാക്കുകളും നമ്മിൽ നിന്ന് വന്നുപോയാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈമാനാണ്. ദുനിയാവിലെ സർവ്വ ജീവിതവും നിനക്ക് നഷ്ടപ്പെടാൻ അത് കാരണമാണ്. നിസ്കാരവും ഇബാദത്തുകളും റമദാനിലെ നോമ്പും മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ നിർബന്ധമായ ഘടകമാണല്ലോ. അതേ സമയത്ത് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അള്ളാഹു ആദരിച്ചവരെ നമ്മൾ ആദരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പരിചയപ്പെടുത്തിയ, നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം
ജീവിക്കണമെന്ന് പരിചയപ്പെടുത്തിയ വലിയ വിഭാഗങ്ങളാണ് അഹ്ലുൽ ബൈത്ത്. അല്ലാഹുവേ, അവരെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ പരിസരങ്ങളിലേക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വേദിയിലുള്ള സ്റ്റേജിലുള്ള സാദാത്തുക്കൾ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനാണല്ലോ കടന്നു വരുന്നത്. ശഅബാനിലെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടും പരിഗണിക്കേണ്ട മാസങ്ങളാണ്. മാസങ്ങളെ നേതാവായി അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയ ഉമ്മത്തിന്റെ മാസമാണ് റമളാൻ. സയ്യിദു ശുഹൂരി റമളാൻ വസയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. അതേ ആഴ്ചകളുടെ നേതാവാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ, മാസങ്ങളെ നേതാവാണ് റമളാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ശഹ്റു ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ശഹ്റ. റമളാനിൽ ഒരു ദിവസമുണ്ട്, അത് അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രിയാണ്. സൂറത്തുൽ ഖദർ അല്ലാഹ് പറഞ്ഞുവല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്റ. ആ പരിചയപ്പെടുത്തിയ ഖുർആൻ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ദിനം ലൈലത്തുൽ ഖദർ. 83 വർഷവും ചില്ലാനം മാസങ്ങളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് കരഗതമാക്കാനുള്ള വളരെ നിർണായക ദിനങ്ങളാണ്. അത് ഏത് ദിവസമാണെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവസാനത്തെ 10 റജബിലെ 1-ാമത്തെ 10 മഹത്വമെങ്കിൽ ശഅബാനിലെ 2-ാമത്തെ 10 ശഅബറാത്തിന്റെ രാവ് ഉൾക്കൊള്ളുന്ന 2-ാമത്തെ 10 മഹത്വം. റമളാനിലെ എല്ലാ ദിവസങ്ങൾക്കും മഹത്വമുണ്ട്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10. എന്നാൽ 3-ാമത്തെ 10 മറ്റുള്ള 2 10-നെക്കാളും ഏറ്റവും മഹത്വമുള്ളത്. ആ 10 ദിനങ്ങളില് ഒറ്റപ്പെട്ട് 21, 23, 25, 27, 29 അടങ്ങുന്ന ഈ 5 ദിനങ്ങളുണ്ടല്ലോ, ഇതിലേറ്റവും സാധ്യതയുള്ള ദിവസങ്ങൾ പലരും 27 എന്ന് പറഞ്ഞവരുണ്ട്. 21, 23, 29 സാധ്യത പറയുന്നവരുണ്ട്. നമ്മൾ എന്തായാലും ഈ 5 രാവുകളും എല്ലാ ദിനങ്ങളും നമ്മൾ പരിഗണിക്കണം. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ലഭ്യമായ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ശഹ്റുൻ അവ്വലുഹു റഹ്മാ. കാരുണ്യ വർഷത്തിന്റെ മാസമാണ്. ശഹ്റുൻ ഔസതുഹു മഗ്ഫിറ. അതിൽ പാപമോചനത്തിന്റെ 10 ദിനങ്ങളുണ്ട്. ശഹ്റുൻ ആഖിറുഹു ഇത്ഖും മിനന്നാർ. അതിലെ അവസാനത്തെ 10 ദിനങ്ങളുണ്ടല്ലോ, നരകമോചനത്തിന്റെ മാസമായ ഈ 10 പരിശുദ്ധമായ റമളാനിലെ ദിനങ്ങളിൽ അവസാനത്തെ 10 ദിനങ്ങള് അല്ലാഹുവിനോട് റഹ്മ നമ്മൾ ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. റദേ സ്വർഗം റബ്ബിനോട് ചോദിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളാ. ഒരു സുന്നത്തിനെ ചെയ്യുമ്പോ ഫർളിന്റെ കൂലി അല്ലാഹ് നൽകുകയാണ്. ഒരു ഫർളിന് അതാ ഒരു നന്മക്ക് 700, 7000 വരെ ഇരട്ടി പ്രതിഫലം അല്ലാഹ് നൽകുന്നു. ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന. സ്വർഗ കവാടം തുറക്കുന്ന മാസമാണ്. ഗുല്ലഖത് അബ്വാബുൻ നാർ. നരക കവാടം അടക്കുന്ന മാസമാണ്. ഇദാ ജാഅ റമളാൻ സുഫിദത്തിശ് ശയാത്തീൻ. പിശാചിനെ കെട്ടിയിടുന്ന മാസമാണ്.
റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും എല്ലാം കൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ട സമയങ്ങളാണ്. ഇനിയുള്ള ഓരോ ദിനങ്ങളും വളരെ നിർണായകമാണ്. 2 മാസങ്ങൾക്ക് മുമ്പേ അഥവാ റജബിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവോട് നിരന്തരം നമ്മൾ ചോദിച്ചു. റജബിനെ ചോദിച്ചു, റജബിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തു. ശഅബാനിൽ ബറക്കത്ത് ചെയ്യണമെന്ന് അല്ലാഹുവോട് പറഞ്ഞു. റമളാൻ ഒന്ന് എത്തിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. എത്ര ആളുകളാണ് റജബിൽ മരണപ്പെട്ടു പോയത്. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും കഴിഞ്ഞ റജബ് മാസത്തിൽ മരണപ്പെട്ടു. ഈ ശഅബാനിൽ എത്ര ആളുകളാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഈ സംസാരിക്കുന്ന ഈ വിനീതൻ മുതഅല്ലിമിൻ ഈ സംസാരം പൂർത്തിയാക്കുമെന്നും നാളെ ഏറ്റെടുത്ത പരിപാടിയിൽ പോയി ഇതുപോലെ സംവദിക്കാൻ കഴിയുമെന്നൊരു ഗ്യാരണ്ടി പാവപ്പെട്ട മുതഅല്ലിമിനില്ല. സംസാരം കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഒരു ഗ്യാരണ്ടിയോ ഒരു ഉറപ്പോ പറയാൻ നമുക്ക് കഴിയില്ല. ആ നിലക്കാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഏത് സമയത്തും റബ്ബ് തിരിച്ചു വിളിച്ചാൽ നമ്മൾ പോവേണ്ടതാണ്. അതേ സമയത്ത് ഒരു റമളാൻ കൂടി നമുക്ക് കിട്ടുക, ലഭിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വമാണ്. നിങ്ങൾക്കറിയുമോ, സഹോദരങ്ങളായ 2 പേര് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഒരാളാണെങ്കിൽ ദീനിയായ മാർഗത്തിൽ ഷഹീദാവുകയാണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഷഹീദായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ കൊല്ലം മരണപ്പെട്ടു. പിറ്റേ വർഷമാണ് കൂടെ ഇസ്ലാം സ്വീകരിച്ച മറ്റൊരു സഹോദരന് സാധാരണ നിലക്കുള്ളൊരു സ്വാഭാവിക മരണവും ഉണ്ടാകുന്നു. സ്വഹാബി പ്രമുഖനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് ഇവരെ 2 പേരെയും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നതായ സ്വപ്നം കാണുകയാണ്. ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ അവസ്ഥകളെന്ന് ചോദിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ മാലാഖ വന്നിട്ട് ഷഹീദിന്റെ മുമ്പേ ഷഹീദ് മരണപ്പെട്ടു, ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം പറയേണ്ടതില്ലല്ലോ, ആ ഷഹീദിനെക്കാളും വലിയ മഹത്വത്തോടുകൂടെ ഒന്നാമതായ സ്വർഗത്തിലേക്ക് വിളിച്ചത് രണ്ടാമത് സാധാരണഗതിയിൽ മരണപ്പെട്ട വ്യക്തിയാണ്. രണ്ടാമത് കൊണ്ടുപോകുന്നത് ഷഹീദിനെയാണ്. അപ്പൊ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ, 2 ഒരേ ദിവസം 2 ഇസ്ലാം സ്വീകരിച്ച സഹോദരങ്ങള്, അതിൽ ആദ്യം വഫാത്താകും ഷഹീദായി മരണപ്പെട്ട സ്വഹാബി, അതേ മറ്റേ സഹാബിയാണെങ്കിൽ വഫാത്താകുന്ന അടുത്ത വർഷമാണ്. സാധാരണ ഒരു മരണമാണ്, സ്വാഭാവിക മരണമാണ്. പക്ഷേ എനിക്ക് സ്വപ്നത്തിൽ കണ്ടത് ഈ രൂപത്തിലാണെന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് പറയാണ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹിനോട് പറയാൻ, രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് ഒരു റമളാൻ ഇടക്ക് വെച്ച് കിട്ടുകയല്ലോ. 1 വർഷം കൂടുതൽ ജീവിച്ചത് കൊണ്ട് ഒരു റമളാൻ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചുവല്ലോ. അപ്പൊ അയാൾക്ക് കിട്ടുന്ന സ്വഹാബിക്ക് കിട്ടിയ മഹത്വം ഒരു റമളാൻ കൂടി എക്സ്ട്രയായി കൂടുതൽ കിട്ടി എന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റബ്ബിനോട് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. ഒരു റമളാന് കൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോ ഇനിയും വേണ്ടതുപോലെ നമുക്കത് പരിഗണിക്കാൻ കഴിയണം. വേണ്ടതുപോലെ അതിനെ പരിഗണിക്കണം, വേണ്ടതുപോലെ നമ്മൾ ആദരിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലേ, പരിശുദ്ധ റമളാൻ ഒരു മനുഷ്യന് വന്നിട്ട് വേണ്ടതുപോലെ ആ മാസത്തെ പരിഗണിച്ചില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ദുആ ചെയ്തപ്പോ 3 ദുആയിൽ ഒരു പ്രധാനമായ ഒരു ദുആ, അതേ റമളാൻ കടന്നു വന്നിട്ട് ആ റമളാനിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ മനുഷ്യനാണ്, അവനെ കൊണ്ട് ദോഷം പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്.
അല്ലാഹുവേ റമളാനോടുകൂടെ നമ്മളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, അപരാധങ്ങൾ, വീഴ്ചകള്, കുറ്റങ്ങള്, അല്ലാ ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കോപ്രാട്ടിത്തരങ്ങളും എല്ലാ ദോഷങ്ങളും നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് റമളാനിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് ശഅബാനിനും റജബിനും പരിഗണന ലഭിച്ചു നൽകിയതുകൊണ്ട് ഈ മജ്ലിസിൽ ഇരുന്ന കാരണത്താൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. പരാജിതരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നിങ്ങൾക്കറിയുമോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ, ഞാനതാ സ്വർഗത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യന്റെ കയ്യില് ചങ്ങലകളാണ്, കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ കഴുത്തിലും ശരീരമാസകലും ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. മലക്കുകൾ നിരന്തരം അടിക്കുന്നു. തുരുതുരാ മർദ്ദനങ്ങളാ, സഹിക്കാൻ കഴിയാതെ ആർട്ട് അട്ടഹസിക്കുകയാണ്. വെപ്രാളത്തിലാണ്, വേദന കൊണ്ട് പുളയുകയാണ്. സഹിക്കാൻ കഴിയാത്ത കാഠിന്യമുള്ള വേദനയാണ്. എന്നാര് രക്ഷപ്പെടുത്തുമെന്ന് ഇങ്ങനെ വിഷമത്തോടെ പ്രതീക്ഷയോടെ പോകുമ്പോ അതാ കാണുന്നു ഈ ലോകം പടക്കാൻ കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബുൽ ബുറാഖി വറഫറഫിൽ അല റസൂലുള്ളാഹ് സലവാത്തുഹു തഹിയാത്തുൻ അലൈഹി സലാം ബദ ബദറുൽ ഹുദാ നൂറൻ യുത്ഫി നാറൽ കുഫരി ഫലമ്മാ ബദ ഫി ദുനദീനുൽ ഹുദാ വസലാം ഷഹീദൽ ജീമാലു വലബു ഹൈതു മസ്തലബ ദുർ മദീന ശിഫാൻ أنت رسول الله والسلام الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله تلايور أشرف النبي പാടിടുന്നീവർ ആശയായി ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ സ്വലാത്തു അലൈക യാ റസൂലല്ലാഹ് ലാമു അലൈക യാ ഹബീബല്ലാഹ് പാവമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ പാവഭാരങ്ങൾ
തീർത്ത് കൽബകം റഹ നൽകണേ സയ്യിദി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നാളെ നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തിന്റെ വാർഷിക മജ്ലിസ് കൂടിയാണ്. തങ്ങളെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സ്വലാത്ത് പറയണേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് सल्लल्लाहु अलैहि वसल्लम ज़मीनो ज़मान तुम्हारे लिए मकीनो मकान तुम्हारे लिए जुनीनो जुनान तुम्हारे लिए बने दो जुहा तुम्हारे എല്ലാം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നിലകൊള്ളുന്ന ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബ് ഉസ്താദ് നമുക്ക് ഊതിത്തരുന്ന നമുക്കൊക്കെ പരിചയമുള്ള ചെറിയ മക്കൾക്ക് പോലും പരിചിതമായ ഒരു ആയത്താണല്ലോ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എപ്പോഴും നമ്മൾ ഓതുന്ന പരിചയമുള്ള ചെറിയ മക്കൾക്ക് പോലും പരിചയമുള്ള ആയത്താണ്. അല്ലാഹുവും റസൂലും അല്ലാഹുവിന്റെ മലക്കുകളും അല്ലാഹുവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആ സ്വലാത്ത് അത് എങ്ങനെയുള്ളതാണ്? അവര് സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ സ്വലാത്ത് ആണോ? അതൊക്കെ വിശദീകരിക്കാൻ സമയം പോരാ. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നമ്മൾ സ്വലാത്തും സലാമും നമ്മൾ അധികരിപ്പിക്കണം. ആ സ്വലാത്ത് കൊണ്ടേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ്. ഈ പാവപ്പെട്ട വിനീതൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ നമുക്ക് ഒരു നിലക്കുള്ള വകുപ്പുമില്ല. അതേസമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എന്റെയും നിങ്ങളുടെയും ആഖിറത്തിലെ വിജയ പരാജയങ്ങൾ നിർണയിക്കാനുള്ള കഴിവല്ല കൊടുക്കുന്നത്. എല്ലാ വിഷയത്തിലും നമ്മെ സംരക്ഷിക്കേണ്ട, രക്ഷപ്പെടുത്തേണ്ട, സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോവേണ്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് നാളെ ഓരോ ആളുകളെയും ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലക്കുകൾ നിരന്തരം അടിക്കുകയാണ്, ആക്രമിക്കുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്, സഹിക്കാൻ കഴിയാതെ വേദന കൊണ്ട് പൊളിയുകയാണ്.
ഈ വ്യക്തിയെ കണ്ട സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹിനോട് ഈ മനുഷ്യന്റെ വിഷയത്തിലൊന്ന് സന്തോഷം ലഭിക്കാൻ വേണ്ടി, ഇവന് സ്വർഗം കിട്ടാൻ വേണ്ടി, ആ കഠിന ശിക്ഷയിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോവേണ്ട മനുഷ്യനെന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തുമ്പോ റമളാൻ മാസം മുന്നോട്ട് വന്നിട്ട് പറയാണ്, നബിയേ അവനൊരിക്കലും അവന് വേണ്ടി ശുപാർശ ചെയ്യല്ല നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ല നബിയേ, അവന് രക്ഷപ്പെടാൻ പാടില്ല, അവൻ അനുഭവിക്കണം നബിയേ, അവന്റെ വിഷയത്തിൽ ഇടപെടരുത് നബിയേ. എല്ലാ അധികാരമുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റമളാൻ മാസം വന്നിട്ട് പറയാണ്, നബിയേ അവന് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, അവൻ അനുഭവിക്കട്ടെ, നരകത്തിൽ കടക്കട്ടെ, മലക്കുകളുടെ മർദ്ദനങ്ങൾ തുടരട്ടെ. എന്താ റമളാൻ ഇത് പറയാൻ കാരണം? റമളാൻ പറയുന്നു, നബിയേ കൊല്ലത്തിലൊരു പ്രാവശ്യമാണ് ഞാൻ കടന്നുപോയത്, എല്ലാ മുന്നറിയിപ്പുകളും മാസത്തിന്റെ മഹത്വവും സൂചനയും ഒക്കെ നൽകിയിട്ടാണ് കടന്നുപോയത്. മാസങ്ങളെ നേതാവായ റമളാനാകുന്ന എന്നെ ഈ മനുഷ്യന് പരിഗണിച്ചില്ല നബിയേ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ കൂട്ടാക്കിയില്ല നബിയേ. ആദ്യത്തെ റഹ്മത്തിന്റെ 10 ദിനങ്ങൾ ഉണ്ടായിരുന്നു, മഗ്ഫിറത്തിന്റെ 10 ദോഷങ്ങൾ. എത്ര വലിയ തെറ്റുകൾ ചെയ്തവനാണെങ്കിലും റമളാൻ പേര് പോലെ കഴുകിക്കളയുന്ന, കരിച്ചു കളയുന്ന മാസമാണല്ലോ. മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം സ്വർഗം ചോദിച്ചു വാങ്ങാൻ, നരകത്തിൽ നിന്ന് കാവല് തേടാനുള്ള 10 ദിനങ്ങൾ ഉണ്ടായിരുന്നു. 1000 മാസങ്ങളോ ചെയ്യുന്ന ഇബാദത്ത് ഒരൊറ്റ ദിവസം കരസ്ഥമാക്കാനുള്ള ലൈലത്തുൽ ഖദ്റും ഉണ്ടായിരുന്നു നബിയേ. സദഖ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ, തറാവീഹുകൾ നിസ്കാരവുമായി മുന്നോട്ട് പോകാൻ, ധാരാളം സുന്നത്തുകൾ ചെയ്യാൻ. അതേ ശൈത്താനിനെ, പൈശാചിനെ കെട്ടിയിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട് എല്ലാം കൊണ്ടും ഒന്നിന് 70ന്റെയും 70ന് 700 വരെ ഇരട്ടി പ്രതിഫലം നൽകുന്ന സുന്നത്തിന് ഫർളിന്റെ കൂലി ലഭ്യമായ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടോ എന്നിവന് കൂട്ടാക്കിയില്ല, പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. ഇവന് തോന്നിയതുപോലെ പഴയ അവസ്ഥയിലെ ഇവൻ മുന്നോട്ട് പോയി. അതുകൊണ്ട് നബിയേ ഇത്രയും നല്ല ചാൻസ് ഉണ്ടായിട്ടും അതിനെ മുതലെടുക്കാതെ മനുഷ്യനായതുകൊണ്ട് അവൻ അനുഭവിക്കട്ടെ, നരകത്തിൽ കിടക്കട്ടെ, തങ്ങൾ ഇടപെടരുതെന്ന് തങ്ങളോട് റമളാൻ മാസം വന്നിട്ട് പറയുമ്പോ റസൂലുള്ള പിന്നെ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. അതോടുകൂടെ അവന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. റമളാൻ മാസത്തെ പരിഗണിക്കാതെ മനുഷ്യനും തങ്ങളും കൈവിടുമ്പോ പിന്നെ ആരാണ് മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷയുള്ളത്? അതുകൊണ്ട് റമളാൻ നന്നാകാനുള്ള മാസമാണ്, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ഈ സംസാരിക്കുന്ന എന്റെ നഫ്സിനോട്, അമ്മാറത്തായ എന്റെ നഫ്സിനോട് ഒന്നാമതായി ഉപദേശിക്കുകയാണ്. ഞാൻ നന്നായതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുകയല്ല. ഉസ്താദുമാര്, തങ്ങന്മാര് പരിഗണിച്ച് എന്നെ പ്രത്യേകം എന്ന് സംസാരിക്കണമെന്ന് നിശ്ചയിച്ചത് കൊണ്ട് എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രം. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു 36 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതേസമയം ഇതുവരെ 70-80 വർഷവും തുടർച്ചയായ റമളാനിൽ നോമ്പ് നോക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര മുഅ്മിനീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേ
എത്രയോ ഹജ്ജും ഉംറയും ചെയ്യാൻ അവസരം കിട്ടിയ എത്ര മോമിനിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം ഖളാക്കാതെ ഇബാദത്തിൽ മുഴുകിയ എത്ര ആളുകളുണ്ട്. മുഅ്മിനീങ്ങളേത് വലിയ ഭാഗ്യമാണ്. അതല്ല ചില ആളുകൾ കൊടുക്കുന്ന വലിയ അവസരങ്ങളാണ്. ഏറ്റവും നല്ല ആളാരാണെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ നബിയേ, മുത്തുനബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? റസൂലുള്ളാഹി പറഞ്ഞ മറുപടി മൻ താല അംറുഹു വഹസുന അമലുഹു. ഒരു മനുഷ്യൻ അല്ലാഹ് ഒരുപാട് ദീർഘായുസ് കൊടുത്തു, ഒരു 100 കൊല്ലം അവൻ ഇവിടെ ജീവിച്ചു. അത് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് വിനിയോഗിച്ചവനാണോ, അവനാണ് ഏറ്റവും നല്ലവൻ. അതേ സമയത്ത് ഏറ്റവും വലിയ മോശക്കാരൻ ആരാണ് നബിയേ? വഅയ്യുന്നാസി ശർറു, റസൂലുള്ളാഹിന്റെ മറുപടി മൻ താല ഉംറുഹു വസാഅ അമലുഹു. ഇനി ഒരു മനുഷ്യന് വലിയ ദീർഘായുസ് ലഭിച്ചിട്ടോ നല്ലതൊന്നും ചെയ്യാത്തവനാണ് ഏറ്റവും ദുഷിച്ചവന്. അവന്റെ ആയുസ് കൊണ്ട് ഒരുപാട് ഹറാമ് ചെയ്തു, ഒരുപാട് സിനിമ കണ്ടു, വേണ്ടാത്തരങ്ങൾ കണ്ടു, ഒരുപാട് സിനിമാ ഗാനങ്ങളും അശ്ലീലങ്ങളും മാപ്പിളപ്പാട്ട് സിനിമാതെ മ്യൂസിക് ഉൾക്കൊള്ളുന്ന ഗാനങ്ങളും സംഗീതങ്ങളും കേട്ടു. അവന്റെ കണ്ണിന് ഹറാമിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തി, വേണ്ടാത്തരങ്ങൾ ചെയ്തു. ഈബത്തും നമീമത്തും ഫസാദും ഫിത്നയും ജനങ്ങൾക്ക് പാരയുമായി ആളുകളോട് എല്ലാ അർത്ഥത്തും ജനങ്ങളെ വെറുപ്പിക്കുന്നതിനായി ഒരുപാട് കാലം ഇവിടെ ജീവിച്ചു. അവൻ ഏറ്റവും വലിയ മോശക്കാരനാണ്. മുഅ്മിനീങ്ങളെ ആയുസ് അല്ലാഹ് നമുക്ക് തന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരാശരി ആയുസ് അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് ശരാശരി ഒരാളായുസ്. അള്ളാന്റെ റസൂല് വഫാത്തായത് 63-ലാണ്. സിദ്ദീഖ് തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും അല്ലാഹു ആ പ്രായത്തിലല്ലേ കൊണ്ടുപോയത്. അതേ സമയത്ത് ചില ആളുകൾക്ക് ബൈ ചാൻസിൽ ഒരു 100 വയസ്സ് അല്ലാഹു ആയുസ് ഇട്ട് കൊടുക്കും. എത്ര ആളുകളുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ? 100 വയസ്സ് 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ, ഇന്നും നോമ്പ് നോക്കുന്ന ആളുകൾ, വാർദ്ധക്യ സഹജമായി രോഗങ്ങളൊന്നും കാണാതെ നല്ല നിലയ്ക്ക് എല്ലാവരാലും നാട്ടുകാരുടെ ഇഷ്ടപ്രിയങ്കരനായി ജീവിക്കുന്ന പ്രായമുള്ള എത്ര മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓർത്തു പോയി, കഴിഞ്ഞ ലക്ഷദ്വീപിൽ ഒരു 10 ദിവസത്തെ പ്രഭാഷണത്തിന് വേണ്ടി കഴിഞ്ഞ റബീഉൽ അവ്വലിൽ പോയപ്പോ 117 വയസ്സ് പ്രായമുള്ള യൂസുഫ് ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ഓർമ്മശക്തിയുണ്ട്, നല്ല വാർദ്ധക്യ സഹജമായ ഒരു രോഗം അദ്ദേഹത്തിനെ കാണാൻ കഴിയില്ല. നല്ല സൗമ്യ സ്വഭാവമുള്ള ഇബാദത്തിൽ കണിഷ്ഠതയുള്ള ആ വ്യക്തി എന്നും ഈ സമയത്ത് പോലും നോമ്പ് നോക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിലായി ആയുസ് ചെലവഴിക്കുന്ന വ്യക്തി 100 വയസ്സ് കഴിഞ്ഞിട്ടും ആഫിയത്തോടെ ജീവിക്കുന്നയാൾ. ഞാൻ വെറുതെ ബടായി പറഞ്ഞതല്ല, ഇന്നും അയാളെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചു തരാം. അയാൾ മൂത്ത മകനായ 70 വയസ്സ് പ്രായമുള്ള മകനെ ഒന്നിച്ചിട്ട് ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇന്നും 117 വയസ്സായിട്ടു ഒരു നിസ്കാരം മുടക്കാതെ, ഒരു ജോലിയും അതേ മുടങ്ങാതെ നല്ല ഇബാദത്തിലായി കഴിയുന്ന ആളുകളുണ്ട്. അല്ലാഹ് ചില ആളുകൾക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ചെറിയ ആയുസ് അല്ലാഹ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഉപയോഗിക്കണേ. ആരോടും ചുടി വേണ്ട, വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട, വൈരാഗ്യം വേണ്ട. അങ്ങനെ ആരെങ്കിലും ചൊടിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടിച്ച്, റമളാനാണല്ലോ കടന്നു വരുന്നത്, റാജിയായി സലാം പറഞ്ഞ് നല്ല ഖൽബിന്റെ ഉടമകളാകണം. ഇല്ലെങ്കിൽ എന്റെ 3 ബറാഅത്തിന്റെ യാസീൻ അല്ലാഹ് സ്വീകരിച്ചില്ല. റമളാന് ലൈലത്തുൽ ഖദ്ർ ഉപകാരപ്പെടില്ല.
അതുകൊണ്ട് ആരോടും ചുടിയും പകയുമില്ലാതെ ആർക്കും പാരവെക്കാതെ നല്ല നല്ല ഇസ്സത്തോടെ നമ്മളിവിടെ ജീവിക്കണം. എല്ലാവരെയും പരിഗണിക്കണം. നല്ല കാര്യങ്ങൾക്ക് വലിയ താല്പര്യം നമ്മൾ ചെയ്യണം. ഏത് കാര്യം ചെയ്യുമ്പോൾ നല്ല സംരംഭത്തിന് വേണ്ടി നല്ല തുടക്കം വേണം. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ദിക്റുകൾ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യേണ്ട പലതുമുണ്ട് കൂട്ടത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴാണോ പറയുന്നത്? അതും ആ സമയത്ത് മാത്രമല്ലല്ലോ വേണ്ടത്. അതേത് സമയത്തും നീ അതാ നല്ല കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ, പുറപ്പെടുമ്പോ, ഡോറ് തുറക്കുമ്പോ ബിസ്മില്ലാ, കുട്ടിയെ തൊട്ടിലിൽ നിന്നെടുക്കുമ്പോ ബിസ്മില്ലാ, ഉമ്മമാരെ മത്സ്യം മുറിക്കുമ്പോ, പച്ചക്കറി മുറിക്കുമ്പോ ബിസ്മില്ലാ, കുട്ടികളെ തൊട്ടിൽ നിന്നെടുക്കുമ്പോ, അടുപ്പിൽ നിന്ന് പാത്രങ്ങൾ എടുക്കുമ്പോ വെക്കുമ്പോ ബിസ്മില്ലാ. ഇങ്ങനെ എല്ലാ സമയത്തും ബിസ്മികൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഏത് കാര്യം സന്തോഷമുണ്ടായാൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ആപത്തുകളോ രോഗങ്ങളോ അപകടങ്ങളോ മരണങ്ങളോ ഉണ്ടായാൽ ഇന്നാലില്ലാ, ഇങ്ങനെ ജീവിതത്തിൽ അനുവർത്തിച്ച് പോരേണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കുക. ധാരാളം സ്വലാത്ത് പതിവാക്കുക. ശഅബാനാണല്ലോ വന്നത്. ശഅബാൻ ഏകദേശം ദിനങ്ങളും നമ്മിൽ നിന്ന് പിരിഞ്ഞു. അടുത്ത റമളാനുമാകുമ്പോ, ശഅബാനാകുമ്പോ ഞാൻ ഇൻഷാ അല്ലാഹ് 1 കോടി സ്വലാത്ത് ചൊല്ലോ, ഒരു 3 ലക്ഷം സ്വലാത്ത്, ഒരു 30 ലക്ഷം സ്വലാത്ത് ചെല്ലുമെന്നൊരു തീരുമാനം, 1000 സ്വലാത്തെങ്കിലും ദിവസവും ചെല്ലുന്നൊരു ശീലം മുഅ്മിനീങ്ങളെ നമ്മൾ കൊണ്ടുവരണോ? റസൂലുള്ളാഹി തങ്ങളെ മേൽ സ്വലാത്ത് പറയുന്നവനാണോ എല്ലാത്തിനും പരിഹാരമാ. നിന്റെ കടങ്ങളോ രോഗങ്ങളോ എല്ലാ വിഷയത്തിലും തങ്ങളെ ഇടപെടലുണ്ടാകും. ചെറിയൊരു ചരിത്രം പറഞ്ഞോട്ടെ. റാബിയത്തുൽ അദബിയ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ പ്രസവിക്കപ്പെടുന്ന സമയം അന്നരായ സയ്യിദുന നമ്മളുടെ ബാത്തിഷാ തങ്ങൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ وجب الشكر علينا ما دعا لله داع. അൽഹംദുലില്ലാഹ്. അതിരായ സയ്യിദവർകൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ വലിയ നേതൃത്വമായി ഒരു കാലഘട്ടത്ത് നമ്മുടെ നാടിന്റെ എല്ലാമായിരുന്ന സയ്യിദുന ഫഖറുദ്ദീൻ തങ്ങൾ ഉസ്താദ് തുകലെടുക്കയിൽ അന്തിയിറങ്ങുന്ന സയ്യിദവർകളുടെ മകൻ, നമ്മുടെ അഭയമായ സയ്യിദുന സൈനുൽ ആബിദീൻ കുന്നുംകോയി തങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട മരുമകൻ, മകളുടെ ഭർത്താവാണ് അന്നരായ സയ്യിദ് ഇബ്രാഹിം ബാത്തിഷാ തങ്ങൾ അൽ അസ്ഹരി നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആനക്കൽ 2-3 വർഷങ്ങൾക്കും അവിടെ ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു. വലിയ മഹല്ല, ആ നാടിന്റെ എല്ലാമാണ്. ആ നാടിലെ ഖതീബായും ആ നാടിന്റെ ആത്മീയ വിഷയങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വലിയ സയ്യിദവർകളാണ് നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയത്. അവരൊക്കെ ഇരുത്തിയിട്ട് ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല, ഉചിതമല്ല എന്ന ബോധ്യമുണ്ട്. സയ്യിദവർകളെ സമ്മതത്തോടെ ഇൻഷാ അല്ലാഹ് തുടങ്ങി വെച്ച ചരിത്രം ഒന്ന് ഞാനിങ്ങനെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ചുരുക്കും. അല്ലാഹു നമുക്ക് ധാരാളം ഇത്തരം ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് റാബിയത്തുൽ അദബിയ ബീവി, ആ മഹദി അവർകള് ജനിക്കുന്ന സമയം ആ കുടുംബത്തിലെ 4ാമത്തെ മകളായിട്ടാണ് ഒരു കുടുംബത്തിൽ പെൺമക്കൾ ഉണ്ടാവുക എന്നത് ആ കുടുംബത്തിലെ ദമ്പതികളിൽ വലിയ ബർക്കത്തുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 2-3 പെൺകുട്ടികൾ അല്ലാഹു തന്നു. ആ പെൺകുട്ടികളെ നല്ല നിലക്ക് പോറ്റി വളർത്തി അവർക്ക് വേണ്ട ധാർമ്മികമായ ആത്മീയമായ വിദ്യാഭ്യാസം നൽകി
അവരെ നല്ല നിലക്ക് സന്തോഷത്തോടുകൂടെ അവളെ പരിചരിച്ചു. ഒരു മോളെ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞ അവർക്ക് വലിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുക എന്നതല്ല. അതൊക്കെ ചില ഘടകങ്ങളായിരിക്കാം. അവൾക്ക് ചുണ്ട് ചുവപ്പിക്കാനുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക് വാങ്ങിക്കൊടുക്കുകയോ മുഖത്തിന് ആവശ്യമായ ഫൗണ്ടേഷൻ സെറ്റിങ്ങും അതുപോലെ പുട്ടിയിടാനുള്ള ഏതെങ്കിലും ചായം കളറുകളും മേക്കപ്പിന്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവളെ മുടി സ്റ്റേക്ക് ചെയ്യാനും ബ്യൂട്ടി പാർലറിൽ പോവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും അവൾക്ക് വേണ്ട എല്ലാ ഫ്രീഡം കൊടുത്ത് അവളെ തോന്നിയതുപോലെ ക്യാമ്പസുകളിൽ അയിഞ്ഞാടാൻ അവളെ വിട്ടു എന്നതല്ല ഒരു പൊന്നുമോളെ നോക്കി എന്നതിന് ഏറ്റവും നമ്മൾ കൊടുക്കേണ്ട മാനദണ്ഡം. അവൾക്ക് ഇസ്ലാമികമായ ശരിയായ വിദ്യാഭ്യാസം നൽകി. അവളുടെ മുടി ഒരാളും കാണുന്നില്ല എന്നുറപ്പുവരുത്തി. അവൾ ശരിയായ വിധത്തിൽ ഒരു നല്ല ഒരു കുടുംബിനിയായി അവരെ വളർത്തി ശരിയ വിദ്യാഭ്യാസമൊക്കെ നൽകിയിട്ട് കല്യാണ പ്രായമെത്തുമ്പോൾ ഒരു അവിഹിത ബന്ധത്തിന് പോലും അവസരങ്ങൾ ഉണ്ടാകാതെ അവൾക്ക് നല്ലൊരു സുന്നിയായ ഒരു ദീനിയായ 5 വഖത്ത് നിസ്കരിക്കുന്ന ദീനി ബോധമുള്ള എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിന്ന് കുടിയനല്ലാതെ മുടിയനല്ലാതെ ലഹരി ഉപയോഗിക്കാത്ത നല്ലൊരു ദീനിയായ തൊഴിലുള്ള മാന്യമായ ഒരു കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് സന്തോഷത്തോടെ ഒരു ജീവിതമുണ്ടായാൽ അതിനെല്ലാം കാരണക്കാരനായ ഒരു വാപ്പ, ആ ഉമ്മ, അവർക്ക് അല്ലാഹു നൽകുന്ന ഓഫറാണ് സ്വർഗം. ഞാൻ പറഞ്ഞു വരാ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലാണ് റാബിയത്തുൽ അദ്ബിയ ബീവിയുടെ കുടുംബം. അവിടുത്തെ 4ാമത്തെ കൺമണിയായിട്ടാണ് പൊന്നുമോളെ പ്രസവിക്കപ്പെടുന്നത്. അന്ന് നല്ല സന്തോഷമാണ്. ഒരു കുടുംബത്തിൽ ഒരു പൊന്നുമോൾ ഉണ്ടാവുക എന്നത് വലിയ സന്തോഷമല്ലേ? പക്ഷേ ബേജാറെന്ന് പറയുന്നത് വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധിയാ. അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളില്ല, കഴിക്കാനുള്ള ഭക്ഷണങ്ങളില്ല. അതേ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണല്ലോ ഈ ബൾബുകളും വിളക്കുകളും പ്രകാശിക്കുന്ന പലതും കണ്ടുപിടിച്ചതെങ്കിൽ, എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അവരെ വീടുകളിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ നമ്മളെ നാട്ടിൽ ചിമ്മിണിക്കൂടെന്നൊക്കെ പറയുമല്ലോ, അതിൽ ഒഴിക്കാനുള്ള എണ്ണ പോലും ആ വീട്ടിലില്ല. വാങ്ങാനുള്ള ക്യാഷില്ല. ഉമ്മ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഈ കുഞ്ഞിന് മുലപ്പാല് അമ്മിഞ്ഞിപ്പാല് ലഭിക്കുന്നില്ല. കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് വാങ്ങാനുള്ള ഫണ്ട് പോലും വീട്ടിലില്ല. അങ്ങനെ കഷ്ടപ്പാടിൽ കഴിയുന്നൊരു കുടുംബമാണ്. അതേ സമയം അള്ളാഹുവിന്റെ റസൂലിന് ധാരാളം അവിടുത്തെ സ്വലാത്ത് പറയുന്ന ഒരു കുടുംബം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി വന്നപ്പോ റാബിയ ബീവിന്റെ ഉമ്മ ബാപ്പാനോട്, ഭർത്താവിനെ വിളിച്ചിട്ട് പറയുന്നു, റാബിയ ബീവിന്റെ വാപ്പയെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങള് പണിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെയാണ്. ഇപ്പൊ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന നിലക്ക് നിങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം, വായ്പ വാങ്ങണം, സ്വർണ്ണ നാണയം വാങ്ങണം. അന്ന് അങ്ങനെയാണല്ലോ, ദീനാർ വാങ്ങണം എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അയാളെ വിട്ടു. ഭർത്താവ് ആ വീട്ടിലേക്ക് പോയിട്ട് വാതിലിന്റെ അടുത്ത് നിന്നു എന്നതല്ലാതെ വീട്ടുകാരെ വിളിച്ചില്ല, വാതിൽ മുട്ടിയില്ല. ഇത് കണ്ട സമയത്താണ് അങ്ങനെ തന്നെ തിരിച്ചു പോന്നു. കാരണം എന്റെ വീട്ടുകാരെ വിളിക്കാത്തത് രഹസ്യം. സ്വന്തം ഭാര്യയോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല. എന്നാലും മഹാനവറുകൾ അള്ളാഹുവിനോടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ മുമ്പിൽ കൈനീട്ടൂല, യാചിക്കൂല, ഇരക്കൂല എന്നൊരു തീരുമാനമെടുത്ത് ഞാൻ എങ്ങനെയാണ് ആ വീട്ടുകാരോട് ക്യാഷ് ചോദിക്കുന്നത്, സ്വർണ്ണ നാണയം ചോദിക്കുന്നത്? വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ പടച്ച തമ്പുരാൻ നൽകുമെന്ന് ഉറച്ച ദൃഢമായ വിശ്വാസത്തോട് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ പ്രതീക്ഷയോടെ മുന്നിൽ നിൽക്കുന്ന ഭാര്യ ചോദിക്കുന്നു, എവിടെ നിങ്ങൾ ആ വീട്ടുകാരെ തന്ന സ്വർണ്ണ നാണയം എവിടെ? മഹാനവറുകള് പറയാണ്, ഇല്ല, ആ വീട്ടുകാരിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല, അവര് വാതില് തുറന്നിട്ടില്ല.
അതോടുകൂടെ ആ വീട്ടിലുള്ള സ്വന്തം ഭാര്യ റാബിയ ബീവിയുടെ ഉമ്മ വിഷമത്തിലാണ്. എന്ത് ചെയ്യും റബ്ബേ? വിഷമത്തെ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയം ഞാൻ കാരണം കൊണ്ടാണല്ലോ, എനിക്ക് ജോലിയില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഈ രൂപത്തിൽ വിഷമിക്കേണ്ടി വന്നത്, കഷ്ടപ്പാട് വേണ്ടിണ്ടായത്, വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായത്, ഒരു സാമ്പത്തികമായ ഭദ്രത ഉറപ്പ് വരുത്തേണ്ടത് രക്ഷിതാവായ എന്റെ കൂടെ ഉത്തരവാദിത്തമല്ല ഇരുന്നോ? ബേജാറോടെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് കിടക്കുകയാണ്. അതേ സമയം അതാ ഉറക്കം വരുന്നു, മയക്കത്തിൽ വരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, ഓ അബൂ റാബിയ, ടെൻഷന് വേണ്ട, ബേജാറ് വേണ്ട, നിങ്ങളെ വിഷയത്തിൽ എല്ലാത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നവരാണല്ലോ, നിങ്ങൾക്ക് അല്ലാഹു തന്ന പൊന്നുമോള് റാബിയ എന്ന്, റാബിയത്തുൽ അദബിയ എന്ന് പറയുന്ന പൊന്നുമോള് പിൽക്കാലത്ത് വലിയ മഹദിയാവേണ്ട, ഔലിയാക്കളിൽ പ്രമുഖയാവേണ്ട, ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ട ആദരണീയരായ മഹദിയാണ്. ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടുത്താൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന വനിതയാണ്. ഇത്രയും പവറുള്ള, ബഹുമാനമുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു മകളുടെ ഭർത്ത ഉപ്പയാവാൻ നിങ്ങൾക്ക് അല്ലാഹു സൗഭാഗ്യം തന്നുവല്ലോ. എന്നിട്ട് പറയാ, നിങ്ങൾക്കൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നാളെ രാവിലെ ബസറയിലേക്ക് പോകണോ? ആ ബസറ ഭരിക്കുന്നത് ഈസ ബിൻ ദാദാൻ എന്ന് പറയുന്ന രാജാവാണ്. ആ രാജാവിനെ ഒന്ന് സമീപിക്കണേ. എന്നിട്ട് നിങ്ങൾ പറയണം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ആളാ. എന്താണ് എന്റെ വിഷയം എന്നറിയുമോ? നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുന്നവരാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വെള്ളിയാഴ്ച രാവായാൽ 400 സ്വലാത്ത് നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുമെന്നും കേട്ടിട്ടുണ്ട്. ഏതായാലും എല്ലാ ദിവസവും മുടങ്ങാതെ, മുടക്കം വരാതെ ഭരണത്തിരക്കുകൾക്കിടയിലും ചൊല്ലിയ നിങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ച രാത്രിയായിട്ട് ഇന്നലെ ചൊല്ലേണ്ടിയിരുന്ന 400 സ്വലാത്ത് എവിടെ? ആ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് ലഭിച്ചില്ലല്ലോ. നിങ്ങളെ മറന്നുപോയല്ലോ, നിങ്ങളെ വിട്ടുപോയല്ലോ. ആ 400 സ്വലാത്തിന്റെ പ്രായശ്ചിത്തം എന്നാണോ? നിങ്ങൾ നേരെ റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്, എന്റെ കയ്യിലേക്ക് ഒരു 400 സ്വർണ്ണ നാണയം തരണം. ഇത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണെന്ന് വിവരം കൂടി പറയണം. സ്വപ്നത്തിലായിരുന്ന മഹാനായ അബൂ റാബിയ തങ്ങൾ പെട്ടെന്നുണരുകയാ. എല്ലാം സ്വപ്നത്തിൽ കണ്ട വിവരങ്ങൾ അതാ ഒരു പേപ്പറിൽ, ഒരു ചെറിയൊരു കുറിപ്പിൽ രേഖപ്പെടുത്തുകയാ. തങ്ങളെ കണ്ട സന്തോഷത്തിലാ അതിരാവിലെ പുറപ്പെടുകയാ, ബസറയിലേക്ക് എത്തുകയാ. പാറാവുകാരനെ കാണുകയാ. പാറാവുകാരന്റെ കയ്യില് തങ്ങളെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ളടക്കമുള്ള കത്ത് ഏൽപ്പിച്ചിട്ട് പറയാണ്, രാജാവിന് കൈമാറണേ. നേരെ രാജാവിന്റെ കയ്യിലേക്ക് കത്ത് ലഭിച്ചപ്പോ രാജാവ് അത്ഭുതത്തോടെ വായിച്ചു നോക്കുന്നത് സാധാരണ കത്തല്ലല്ലോ, ഹബീബായ തങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണല്ലോ കത്തിന്റെ ഉള്ളടക്കം. രാജാവ് ആദരവോടെ ഇത് വായിച്ചിട്ട് നേരെ പുറത്തേക്ക് വന്നിട്ട് പാറാവുകാരന്റെ കയ്യില് കത്ത് ഏൽപ്പിച്ച മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് പറയാണ്, മോനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവനാണല്ലോ, തങ്ങളാണല്ലോ എന്റെ വിവരങ്ങൾ അറിയിച്ചത്. തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും 100 സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലിയവനാ, വെള്ളിയാഴ്ച 400 സ്വലാത്ത് ചൊല്ലുന്നവനാ. പറഞ്ഞതുപോലെ ഇന്നലെ മുടങ്ങിപ്പോയതാ, തങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തിയതാ. തങ്ങൾ പറഞ്ഞ 400 സ്വർണ്ണ നാണയം ഞാൻ കൊണ്ടുവന്നതാ. കിതാബിൽ കാണാൻ നാട്ടുകാർക്ക് അതിന്റെ പേരിൽ സന്തോഷം കൊടുക്കുകയാണ്, അതിനെ ആളുകൾക്ക് വിതരണം ചെയ്യുകയാ. എന്നിട്ട് ഇയാളോട് അബൂ റാബിയ തങ്ങളോട് പറയാ, നിങ്ങൾ ഏത് സമയത്തും ഇവിടെ വരണം. സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ, വിഷമിക്കാതെ ഈ ഏത് സമയത്തും എന്നോട് എന്റെ അടുക്കലേക്ക് വരാ, ആവശ്യമുള്ളത് ചോദിച്ചോളാ, ഞാൻ തരാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടക്കിയേക്കയാൽ. സംസാരം ചുരുക്കട്ടെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട്, പ്രയാസങ്ങൾ കാണുന്നുണ്ട്. രോഗങ്ങളാണോ, കടങ്ങളാണോ, വീടിന്റെ വിഷയങ്ങളാണോ, ജോലി സംബന്ധമായ തടസ്സങ്ങളാണോ, ഏതുവരെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ ടെൻഷനിലാണോ, ആഖിബത്തിനെന്ന ഈമാനുള്ള നല്ല മരണം വേണോ, ആരാരുമില്ലാത്ത ഖബറില് സന്തോഷം വേണോ? മുൻകർ നകീറിന്റെ ചോദ്യം വന്നിട്ട് റബ്ബിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ നീ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഇതാരാണെന്ന് ചോദിക്കുമ്പോ, വാഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോ, ഇത് എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നീ പറയലോടുകൂടെ നിനക്ക് പിന്നെ സന്തോഷമാ, പിന്നെ അവിടെ അടിയില്ല, ഇരുമ്പിന്റെ തണ്ടിന്റെ പ്രയോഗങ്ങളില്ല, നിന്നൊരു നിലക്കും പ്രയാസപ്പെടുത്തുന്നില്ല. നമുക്കനൗമത്തുൽ അറൂസ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഖബറിൽ നിനക്ക് കടക്കാൻ അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കണോ? സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്‌ലിസാണ്. സയ്യിദ് ത്വാഹാ തങ്ങൾ റസൂലുള്ളാഹിന്റെ വലിയ മദ്ഹ് പാടിയിരുന്ന, പറഞ്ഞിരുന്ന, അവിടുത്തെ പ്രകീർത്തന സദസ്സുകളിൽ എന്നും സജീവമായിരുന്ന സയ്യിദ് വർകൾ അനുസ്മരിക്കുന്ന മജ്‌ലിസാണ് നാരിയത്തു സ്വലാത്ത് വാർഷികമാണ്. ഈ ഒരു മജ്‌ലിസിൽ ഞാനും നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഒരു 100 സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലുമെന്നൊരു തീരുമാനം അത് ഏറ്റിയാൽ നമുക്ക് 500 1000 വരെ സ്വലാത്ത് ദൈനം നിത്യമായി ചൊല്ലി റസൂലുള്ളാഹി തങ്ങളെ ആളായി മാറിയാൽ ഈമാനോടെ മരിക്കാം, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാം, ഹർഷിന്റെ തണല് ലഭ്യമാവാം, തങ്ങളെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാം, ഹർഷിന്റെ തണലിൽ നമുക്ക് സംഗമിക്കാം, സ്വർഗത്തിൽ തങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാം. അല്ലാഹുവേ, ഈ മജ്‌ലിസ് അതിന് സബബാക്കണേ റബ്ബേ. ജീവിതത്തിൽ അവസാനത്തെ മജ്‌ലിസാക്കല്ലേ അല്ലാഹ്. ഈ വേദിയിലും സ്റ്റേജിലും സദസ്സിലുമൊക്കെ എത്ര തങ്ങന്മാരാണ് സദാത്തുക്കളാണ് റബ്ബേ. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും റബ്ബേ, ഞങ്ങളെ കഴിവിന്റെ പരമാവധി വരെ പരിഗണിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവരെ കീഴിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവര് വിളിക്കുമ്പോ ഞങ്ങൾ ഓടിയെത്തുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടെങ്കിലും അല്ലാഹ്
ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇർഷാദ് എന്ന് പറയുന്ന പള്ളത്തടുക്കയിൽ ഒരു സഹോദരന്റെ വീട്ടിൽ പോയിട്ടാണ് മരണം വരുന്നത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദരനാണ്. അല്ലാഹുവേ, അവന്റെ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. 22 വയസ്സുകാരനായ കൂട്ടുകാരനാ. അതുപോലെ അബ്ബാസ് കദ്മൂല എന്ന് പറയുന്ന പള്ളത്തടുക്കയില് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് 2 പേര് കുടുംബത്തിലുള്ള ഒരു ആങ്ങളുടെയും പെങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു. ഇന്നത്തെ മജ്‌ലിസിൽ ദുആ ഇരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. ആ 2 പേരും ചെറിയ പ്രായത്തിൽ നീ കൊണ്ടുപോയവരാണ്. അവരെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ. പള്ളത്തടുക്ക പള്ളിയുടെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന എന്റെ ഉപ്പയുടെ ഉപ്പ ഹസൈനാർ ഉപ്പാപ്പ, അവരുടെ മാമ, എന്റെ വല്യുമ്മ, അതുപോലെ എന്റെ 2 മൂത്തമാര്, എന്റെ കുടുംബത്തിലുള്ള പലരും കുഞ്ഞിമാടക്കം അവിടെ മരിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്തുള്ള പൺപുത്തടുക്കയും മുക്കിനടുക്കയോടും ചേർന്ന് നിൽക്കുന്ന ഭദ്രംപള്ള മഹല്ല പരിധിയിലെ പരപ്പക്കര മമ്മിച്ച അവരുടെ പേരക്കുട്ടിയാണല്ലോ ഈ വിനീതന്. എന്റെ വല്യുപ്പ, എന്റെ ഉമ്മയുടെ ഉമ്മ, ഉപ്പയും ഉമ്മയും ഇന്ന് ഗുണാജ പള്ളിയുടെ പരിസരത്ത് മരിച്ചു കിടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ആഖിറ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്. നേരത്തെ 1-2 പ്രാവശ്യം ഈ മഹല്ലിലേക്ക് വഅദിനും മറ്റും വരുമ്പോ അന്ന് ഞങ്ങളെ മജ്‌ലിസിൽ സാന്നിധ്യമുണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് സയ്യിദവർകൾക്കും അതുപോലെ എല്ലാവർക്കും ഞങ്ങൾക്ക് നല്ല റാഹത്തുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ട അസീസ് അവരുടെ വാപ്പ അബ്ദുള്ള ഹാജി, അതുപോലെ അവരുടെ ഉമ്മ, അവരൊക്കെ ഇന്ന് ഖബറിലാ. അവരെ ഖബറിലേക്കും ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരെ മൂത്ത മകൻ സമദിന് കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല. അല്ലാഹുവേ, എല്ലാ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. സവാദ് നാളെ യാത്ര പോവുകയാണ്. നീ യാത്ര സന്തോഷത്തിലാക്കണേ അല്ലാ. മറ്റൊരു മകൻ ഷാക്കിർ ഹിമമി സഖാബി കഴിഞ്ഞ ദിവസമാണ് മർക്കസുൽ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ തൃക്കരങ്ങളിൽ നിന്ന് സനദ് വാങ്ങിയത്. നല്ല ഉഖ്റവിയായ ആലിമീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിലുള്ള സർവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഈ വേദിയിലുള്ള ഒരുപാട് സാദാത്തുക്കൾ ആലിമീങ്ങൾ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാമായിരുന്ന ശംസുൽ ഉലമ ഉസ്താദ്, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, താജുൽ ഉലമ ഉള്ളാളം നിങ്ങൾ നൂറുൽ ഉലമ എംഎ ഉസ്താദ്, ഞങ്ങൾ നീണ്ട 9 വർഷക്കാലം പഠിച്ച് ഇന്ന് നിങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങളൊക്കെ പ്രാപ്തരാക്കിയ സയ്യിദുന മുഹിമ്മാത്തിന്റെ എല്ലാമായിരുന്ന ഷഅബാൻ 10 നീ തിരിച്ചു വിളിച്ച സയ്യിദുന ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, വന്യരായ പൊസോട്ട് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, കാസർഗോഡ് ഖാദിയായിരുന്ന ബാബ ഉസ്താദ്, ചെബീക്ക് സിഎം ഉസ്താദ്, മംഗലാപുരം ഖാദിയായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പോലെ, ശൈഖുന ആലമ്പാടി ഉസ്താദിനെ പോലെ, വെള്ളിപ്പാടി ഉസ്താദിനെ പോലെ, വന്യരായ കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, റബ്ബേ വന്യരായ ഫഖറുദ്ദീൻ തങ്ങൾ ഉസ്താദിനെ പോലെ എത്രയോ വലിയ പേര് കേട്ട മഹാന്മാർ, ഖുറത്തു സാദാത്ത് ഖുറത്തു തങ്ങളടക്കം അല്ലാ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ 2 സമസ്തയിലെയും സമുന്നതരായ ആലിമീങ്ങൾ അല്ലാ അവരെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി തരണേ അല്ലാ. ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്, രോഗശയ്യയിൽ കഴിയുന്ന വന്യരായ കാസർഗോഡ് ഖാദിയായ പ്രൊഫസർ ജാമിഉൽ വന്യരായ ശൈഖുന അലിക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ ബദറുസ് സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ, അല്ലാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സയ്യിദുൽ ഉമ്മ വന്യരായ പാണക്കാട് സാദിഖ് അൽ ശിഹാബ് തങ്ങളെ പോലെ, വന്യരായ ദുഗലടുക്കയിലെ സൈനുൽ ആബിദീൻ തങ്ങളെ പോലെ, എൺമൂർ സൈനുൽ ആബിദീൻ തങ്ങളെ പോലെ, അവരുടെ സഹോദരങ്ങരായ ഉക്കനടുക്ക തങ്ങൾ, അതുപോലെ ഇവിടെയുള്ള നമ്മളെ പ്രിയപ്പെട്ട സാദാത്തുക്കൾ, അല്ലാ തലയെടുപ്പുള്ള ഞങ്ങളെ ആലിമീങ്ങൾ, അല്ലാ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ.
ഞങ്ങൾ ആ വന്യരായ സയ്യിദുനാ ബാദ്ഷാ തങ്ങൾ ചെറിയ പ്രായമാണ്, വലിയ അസറുള്ള വലിയ നേതാവാണ്. എത്ര ആളുകൾക്കാണ് അവിടുത്തെ ആത്മീയമായ പരിഹാരം നൽകുന്നത്. റബ്ബേ, അവരൊക്കെ മനസ്സറിഞ്ഞ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരൊക്കെ ഇനിയും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ നീ അവസരം നൽകണേ അല്ലാ. ഞങ്ങൾ സുന്നികളെ നീ ഐക്യത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ഇസ്സത്തോടുകൂടെ നീ ഒരുപാട് കാലം ഇവിടെ ജീവിച്ച് മരണം ഖൈറാകും, ബാഖിബത്ത് നന്നായി ഈമാനുള്ള നല്ല മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് അടുത്ത 14-ാം തീയതി ജോലി ആവശ്യാർത്ഥം സൗദിയിലെ ലസയിൽ തൈസീഫ് ദായിയായിട്ട് ഈ വിനിത പോവുകയാണ്. യാത്രക്ക് സന്തോഷത്തിലാവാനും കാര്യങ്ങളൊക്കെ ഖലാസോടെ നിർവഹിക്കാനും എല്ലാത്തിനും ഉള്ള തൗഫീക്കിന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് പറഞ്ഞ് ദ്വാവസ്യത്തോടെ നമുക്ക് ഈ പരിപാടി നല്ല നിലക്ക് സൗണ്ട്സ് ക്രമീകരിച്ച് തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇടക്കിടക്ക് മൈക്കിൻ്റെ കാര്യം പറയുമ്പോൾ വിഷമായിപ്പോയി. നമ്മളെ MS പള്ളം അവർ നല്ല റാഹത്തുള്ള സൗണ്ട്സ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വേദന പോയപ്പോൾ എന്തോ സൗണ്ട്സിൻ്റെ ചെറിയൊരു പ്രയാസം കൊണ്ട് അതിൻ്റെതായ ഒരു ഇടങ്ങേറ് കൊണ്ടാണ് ഇടക്കിടക്ക് വെച്ച് അവനോട് ഒന്നുകൂടി ഉഷാറാക്കാനൊക്കെ പറഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. നമ്മുടെ GM ബഷീർ മദനി ഉസ്താദ് അൽഹംദുലില്ലാ നമുക്ക് എവിടെ പോകുമ്പോഴും ഒരുപാട് ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ മുഅ്മിനീങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ ലൈവിലൂടെ കർണാടകയിൽ ഒരുപാട് കാലം സേവനം ചെയ്യുന്ന അന്നേരായ ഉസ്താദ് KSOCR ലൈവ് കൊണ്ട് ആരംഭിച്ചിരുന്ന ഫസൽ മീഡിയ ലൈവിലൂടെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ പരിപാടി എത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അള്ളാഹു വലിയ ഇസ്സത്ത് നൽകട്ടെ. കുടുംബത്തിലുള്ള സർവർക്കും അവരുടെ സഹോദരങ്ങൾ GM കാമിൽ സഖാഫി ഉസ്താദും GM സുലൈമാൻ ഫാദിലിയും GM ബഷീർ മദനിയും അവരുടെ സഹോദരങ്ങളും എല്ലാവർക്കും അള്ളാഹു ഖൈറും ഇസ്സത്തും നൽകട്ടെ. ദുആ വസിയത്തോടെ നീണ്ടുപോയതിൽ തങ്ങൾ ഉസ്താദിനോട് പ്രത്യേകം ക്ഷമ ചോദിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.